ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈസ് ടു ആർ എൻ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ഈ സീരീസിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഏകദേശം 8 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 9, 10, 11, 12 ചാപ്റ്റേഴ്സ് ആണ്. ഈ ചാപ്റ്റേഴ്സിലാണ് നമ്മുടെ കൂട്ടുകാര് നമ്മൾ പോളിലൂടെയും നമ്മൾ പ്രൈവറ്റ് മെസ്സേജിലൂടെയും എല്ലാം നിങ്ങളോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് കവർ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരിക, അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൂട്ടുകാർ ആവശ്യപ്പെട്ട അവർ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഓർത്തിരിക്കുക. നമ്മൾ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു കോൺസെപ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കും. നമുക്ക് ഡയറക്ട്ലി ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 9, മാനേജ്മെന്റ് ഓഫ് ഡെലിവറി ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഓഫ് CHC, PHC, HC ആൻഡ് HWC. ശരിക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലെയും അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലെയും സബ് സെന്റേഴ്സിലെയും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിലെയും എല്ലാം ഈ ഒരു പ്രോസസ്, അതായത് പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, സെൻട്രൽ ഗവൺമെന്റിന്റെ, അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് നമ്മുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹെൽത്ത് മിഷനോ അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതാണ് മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ശരിക്കും നടത്തുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഇത് നടക്കുന്നത് പല ലെവലിലുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു CHC, PHC ലെവലിൽ, അല്ലെങ്കിൽ ഈ ഒരു HC, HWC ലെവലിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊന്ന് കാണാം. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, സബ് സെന്റേഴ്സ്, ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്, ഇതെല്ലാം ശരിക്കും റൂറൽ ഏരിയയിൽ ഹെൽത്ത് കെയർ ഡെലിവറി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവൽ സെന്റേഴ്സ് ആണ്. ഈ ഗ്രാസ് റൂട്ട് ലെവൽ സെന്റേഴ്സ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ഇതിലൂടെ എല്ലാം നടക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു CHCയുടെ ഇൻചാർജ് ആണെന്നിരിക്കുക, ഒരു സൂപ്രണ്ട് ആണെന്നിരിക്കുക. അപ്പോൾ എനിക്ക് എന്റെ CHCയിൽ അല്ലെങ്കിൽ PHCയിൽ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്തിന് വണ്ടിയായിട്ട് പോയി അവിടെ ചെന്ന് മിനിസ്റ്ററുടെ ഓഫീസിൽ ചെന്ന് എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ വകുപ്പ് സെക്രട്ടറിയെ കണ്ട് എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്, ഇത് അതിനുള്ള നിവേദനം കൊടുത്ത് ഇന്ന് വൈകുന്നേരം നടക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ അവിടുന്ന് സാധിച്ചിട്ട് പോരുകയല്ല ചെയ്യുന്നത്. ഇതിനൊരു വലിയ ഒരു കോണിപ്പടിയുണ്ട്, എന്താ പറയുക, ഒരു പാത്വേ. ആ പാത്വേയിലൂടെ മാത്രമേ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്ന് നേടിയെടുക്കാനും ചെയ്തെടുക്കാനും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള സൊല്യൂഷനാണ് ഈ പറയുന്ന എല്ലാ PHCകളിലും CHCകളിലും അവർക്കൊരു ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടാകും. അവിടെ സൂപ്രണ്ടും മെയിൻ ഡോക്ടേഴ്സും ഈ പറയുന്ന ഉദ്യോഗസ്ഥരും നഴ്സസ് പ്രതിനിധികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടാകും. ആ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാകും. ആ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് ഒരു ആനുവൽ പ്ലാൻ ഉണ്ടാകും. ആനുവൽ പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ എമർജൻസി ആയിട്ട് നടത്തേണ്ട കാര്യങ്ങൾ, അവിടെ എല്ലാ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അവർ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തിനാണ് പ്ലാനിങ് നടത്തുന്നത്? ഈ പ്ലാനിങ് നടത്തുന്നത് അവർക്ക് ഉള്ള, അതായത് ഒരു PHCയിലും CHCയിലും കൃത്യമായിട്ട് അവർക്കുള്ള ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിനും, അതുകൂടാതെ തന്നെ ആ ഏരിയയിൽ പ്രോപ്പറായിട്ട് അവിടെ ജീവിക്കുന്നവരിലേക്ക് അവരുടെ സർവീസുകൾ എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ് ഈ പ്ലാനിംഗ് പ്രോസസ്സ് നടത്തുന്നത്. ശരിക്കും പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്ലാനിങ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന അവിടുത്തെ ഹെൽത്ത് കെയർ സർവീസസ് ഇംപ്രൂവ് ചെയ്യുക, അതുകൂടാതെ തന്നെ അവർക്കുള്ള റിസോഴ്സുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അതുകൂടാതെ തന്നെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയർ നീഡ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതുകൂടാതെ തന്നെ ഗവൺമെന്റ് ലെവലിലും നാഷണൽ ലെവലിലും ഏൽപ്പിച്ചിരിക്കുന്ന ടാർഗറ്റുകളുണ്ട്, ആ ടാർഗറ്റുകൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ 4 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഫസ്റ്റ്, ഇംപ്രൂവ് ദ ഹെൽത്ത് കെയർ സർവീസസ്. സെക്കൻഡ്, ടു എൻഷുർ പ്രോപ്പർ യൂസ് ഓഫ് റിസോഴ്സസ്. തേർഡ്, ടു മീറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നീഡ്സ്. ആൻഡ് ഫോർത്ത്, ടു അച്ചീവ് നാഷണൽ ഹെൽത്ത് ഗോൾസ്. ഈ പ്ലാനിങ് പല തരത്തിലുണ്ട്. ഷോർട്ട് ടേം പ്ലാനിംഗ് ഉണ്ട്, ലോങ് ടേം പ്ലാനിംഗ് ഉണ്ട്, എമർജൻസി ടേം പ്ലാനിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ പ്ലാനിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം. ഒരു കാര്യം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു CHC അല്ലെ PHCയിൽ അവർക്ക് പല തരത്തിലുള്ള നീഡുകൾ ഉണ്ടാവും. ഇപ്പോൾ മഴ പെയ്യുന്ന, അപ്പോൾ ആലപ്പുഴയിലുള്ള ഒരു CHC അല്ലെ PHC ആണ് നമ്മൾ എടുക്കുന്നിരിക്കുക. അവർക്ക് അത്യാവശ്യം ഒരു നെൽപ്പാടത്തിനൊക്കെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ പേഷ്യൻസ് നടന്നു വരുന്ന വഴിയിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ അവർ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം കയറുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അതൊരു നീഡാണ്. അടുത്തത്, ഇവരുടെ ഈ ഒരു PHCയിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ആംബുലൻസിന്റെ സർവീസ് ആവശ്യമാണ്. പക്ഷെ നിലവിൽ അവർക്കൊരു ആംബുലൻസ് ഇല്ല. ആ ആംബുലൻസ് ഇല്ലാതെ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസിനെയാണ്
ഈ ഒരു സാഹചര്യങ്ങളിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസ് എത്താനായിട്ട് സമയ തടസ്സം ഉണ്ടാകും. അത് അവർക്കൊരു പ്രശ്നമാണ്. ഇനി മൂന്നാമതായിട്ട് എടുക്കുക, അവർക്ക് ഒരു എക്യുപ്മെന്റ് കേടായിട്ടുണ്ട്. എപ്പോഴും യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ഒന്നുമല്ല, ഒരു എക്യുപ്മെന്റ് അവരുടെ കേടായിട്ടുണ്ട്, പക്ഷെ എക്യുപ്മെന്റിന് സർവീസിങ് ആവശ്യമാണ്. ഇങ്ങനെ 3 നീഡ്സ് ആണ് അവർക്കുള്ളതെന്ന് മനസ്സിൽ കരുതുക. ഓക്കെ, ഇപ്പോൾ അവർ എന്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം? ആംബുലൻസ് മേടിക്കുന്ന പ്രയോറിറ്റൈസ് ചെയ്യണോ, അവിടുത്തെ എക്യുപ്മെന്റ് വൃത്തിയാക്കുന്ന അല്ലെ റിപ്പയർ ചെയ്തെടുക്കുന്ന ശരിയാക്കി എടുക്കണോ, അവിടെ വെള്ളം കയറുന്ന ശരിയാക്കി എടുക്കണോ? അപ്പൊ ഏതാണ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പൊ ആദ്യം ഒരു നീഡ് അസസ് ചെയ്യുക. ഇത്രയുമാണ് നീഡ്സ് ഉള്ളത്. ഈ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏതാണ് ഫസ്റ്റ് ആംബുലൻസ് മേടിക്കുന്നതാണ് ഒന്നാമത്തെ ടാർഗറ്റ്, രണ്ടാമത് നടപ്പാതയിൽ വെള്ളം കയറുന്നത്, മൂന്നാമത് എക്യുപ്മെന്റ് ശരിയാക്കുക. ഇത് ഏതാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഒബ്ജക്റ്റീവിനനുസരിച്ചും ഓരോ പ്രയോറിറ്റിക്ക് അനുസരിച്ചും അവരുടെ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുക. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ളതുണ്ട്. ഒന്ന് മാൻ പവർ റിസോഴ്സ്, ഇത് നോക്കി നടത്താനായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. അടുത്തത് മണി, അടുത്ത റിസോഴ്സ് ആണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് പണം ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള റിസോഴ്സുകൾ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ റിസോഴ്സുകളെല്ലാം അലോക്കേറ്റ് ചെയ്യുക. അതുകൂടാതെ ഇത് ടൈം ബൗണ്ട് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ പ്രോപ്പറായിട്ട് അവർ കമ്മിറ്റി കൂടി ഇതിന്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തി ഇത് പ്രോപ്പറായിട്ട് ഇത് ഇംപ്ലിമെന്റ് ആകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും സ്റ്റെപ്സ് ആണ് പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അടുത്തതാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ബഡ്ജറ്റ് ആവശ്യം? ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ആ ഒരു ഹോസ്പിറ്റലിൽ അവർ ആംബുലൻസ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ ആംബുലൻസ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ആംബുലൻസ് വാങ്ങിക്കാനായിട്ട് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്? റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയാണോ അതോ EMI അടിസ്ഥാനത്തിൽ വാങ്ങിക്കുകയാണോ? അപ്പോൾ EMI അടിസ്ഥാനത്തിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവരുടെ മന്ത്ലി ഇൻകം എത്രയാണ്, ആ ഇൻകത്തിനനുസരിച്ച് അവർക്ക് വരുമാനം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടോ? അപ്പോൾ ആ ഒരു വരുമാനം കണ്ടെത്താനായിട്ട് അവരുടെ വരുമാനവും അവരുടെ ചെലവും തമ്മിൽ അവർ ഒന്ന് ടാലി ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഇത് സാധ്യമാണോ, അവർക്ക് മറ്റെന്തെങ്കിലും ചെലവുകളുണ്ടോ, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റേതൊക്കെ കാര്യങ്ങളിൽ അവരുടെ എക്സ്പെൻസുകൾ അവർക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് പ്രോപ്പറായിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫണ്ടുകൾ വേസ്റ്റ് ആയി പോകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ സമയബന്ധിതമായിട്ട് ഇപ്പൊ എല്ലാ മാസവും 5-ാം തീയതി EMI അടയ്ക്കേണ്ടതാണെങ്കിൽ എല്ലാ മാസവും 4-ാം തീയതി അവരുടെ അക്കൗണ്ടിൽ ഫണ്ട് വേണം. അങ്ങനെ ഫണ്ട് ഉണ്ടെന്ന് ഉറപ്പുവരുന്നത് ബഡ്ജറ്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ടു എൻഷുർ ദ അൺഇൻറ്ററപ്റ്റഡ് സർവീസസ് ദേ നീഡ് എ ബഡ്ജറ്റ്. നെക്സ്റ്റ്, ടു സപ്പോർട്ട് ദ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. അവിടെ ഇംപ്ലിമെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകൾ ഇപ്പൊ അവർ ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം നടത്തും. മഴക്കാലമാണ്, ഡെങ്കു ഫീവറിന് വേണ്ടി ഒരു അവയർനെസ് പ്രോഗ്രാം ഗവൺമെന്റ് തലത്തിൽ നടത്തണം. അപ്പൊ അതിനുവേണ്ട ഫണ്ടും അവർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, അപ്പൊ അതുകൂടാതെ തന്നെ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയും എല്ലാം അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് ഡെലിവറിക്ക് ഈ ബഡ്ജറ്റിംഗിലൂടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബഡ്ജറ്റ്സിന്റെ കമ്പോണൻസ് കാണാം. ബഡ്ജറ്റ്സ് പല കമ്പോണൻസ് ഉൾപ്പെടുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സാലറി അല്ലെ വേജസ് മെയിൻ ഗവൺമെന്റ് ലെവലിലുള്ളവർക്ക് ഇപ്പൊ സർക്കാർ ലെവലിലായിരിക്കും സാലറി കൊടുക്കുന്നത്. പക്ഷെ ഡെയിലി വേജ് എംപ്ലോയീസ് ഉണ്ടാവും. അവരുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നവർക്കുള്ള സാലറീസ് ആൻഡ് വേജസ് ഒരു കമ്പോണന്റ് ആണ്. നെക്സ്റ്റ്, മെഡിസിൻസ് ആൻഡ് സപ്ലൈസ്, അത് ഒരു സെക്കൻഡ് കമ്പോണന്റ് ആണ്. തേർഡ്, എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ ടൈംലി മെയിൻ്റനൻസ്, ആനുവൽ മെയിൻ്റനൻസ്, അങ്ങനെ ഇതെല്ലാം ഈ ഒരു ബഡ്ജറ്റിന്റെ കമ്പോണൻസിൽ വരുന്നതാണ്. മൂന്നാമത് മാൻ പവർ പ്ലാനിങ് ആൻഡ് മാൻ പവർ ട്രെയിനിങ് എന്ന് പറയും. അതായത് അവിടെ ഉള്ളവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പം നേഴ്സസ് ആയിക്കൊള്ളട്ടെ, അവർക്ക് പീരിയോഡിക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കൊള്ളട്ടെ, അവർക്ക് പീരിയോഡിക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഡോക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ട ബഡ്ജറ്റ്. ഫിഫ്ത്ത് വൺ ഇസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആംബുലൻസ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു നടപ്പാത വൃത്തിയാക്കുന്നു, ഇതെല്ലാം വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ്. ഇപ്പോൾ OP കോംപ്ലക്സിൽ കൂടുതൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ട സീറ്റിംഗ് ഫെസിലിറ്റി കൊണ്ടുവരണം. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് 5 കമ്പോണൻസ് ആണുള്ളത്. സാലറി ആൻഡ് വേജസ്, സെക്കൻഡ് വൺ ഇസ് മെഡിസിൻ ആൻഡ് സപ്ലൈസ്, തേർഡ് വൺ ഇസ് എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് ട്രെയിനിങ് എക്സ്പെൻസസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ജറ്റിംഗ്. എന്തിനാണ് ഒരു ബഡ്ജറ്റ് ആവശ്യം? ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻസ് താളം തെറ്റും. അതുകൊണ്ട് തന്നെ for a better financial control, you need a budget. Second one is for proper resource allocation, you need a budget. Third one is for program sustainability. നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യം, ആ തുടങ്ങി വെച്ച കാര്യം തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ വേണം, അതിനും ബഡ്ജറ്റാണ് ആവശ്യം. ഫോർത്ത് വൺ ഇസ് ഫോർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. എത്ര രൂപ നമുക്ക് വരവുണ്ട്, എത്ര രൂപ ചെലവുണ്ട്, അത് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് നമ്മൾ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും എന്ത് വേണം? ബഡ്ജറ്റ് വേണം. ഇനി നമുക്ക് സ്റ്റെപ്സ് ഇൻ ബഡ്ജറ്ററി പ്രോസസ് പെട്ടെന്നൊന്ന് കണ്ടുപോകാം.
ഫസ്റ്റ് സ്റ്റെപ്പാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ. അതായത് നമ്മുടെ വരവിനും ചെലവിനും അനുസരിച്ച് നമ്മുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇത്ര ചെലവ് വരും, നമ്മുടെ ടോട്ടൽ ചെലവ് ഇത്രയാണ്, ആ ചെലവ് നമുക്ക് ഇത്ര വരവിൽ നിന്നാണ് കിട്ടുന്നത്. അതിനാണ് നമ്മൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ബഡ്ജറ്റ് അപ്രൂവൽ. ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരോ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സൂപ്രണ്ട് ആയിരിക്കാം, ആ വ്യക്തിയുടെ അടുത്ത് കൊടുത്ത് അത് അപ്രൂവ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഇസ് ബഡ്ജറ്റ് അലോക്കേഷൻ ആൻഡ് അപ്രോപ്രിയേഷൻ. ബഡ്ജറ്റ് അലോക്കേഷൻ ആൻഡ് അപ്രോപ്രിയേഷനിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്തു. ഈ അപ്രൂവ് ചെയ്ത ബഡ്ജറ്റ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്ക് ഈ പൈസ കൈമാറണം. ഒന്നുകിൽ അത് സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കാം ഓരോ വ്യക്തികളും കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ കൈമാറുന്ന പ്രോസസ്സാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ആൻഡ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഫോർത്ത് സ്റ്റെപ്പ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ ബഡ്ജറ്ററി പ്രോസസ് ബഡ്ജറ്റ് മോണിറ്ററിംഗ്. അതായത് നമ്മൾ ബഡ്ജറ്റ് അനുവദിച്ചു, ഈ അനുവദിച്ച ബഡ്ജറ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ, എത്രമാത്രം പൈസ അവർ ചെലവാക്കിയിട്ടുണ്ട്, ചെലവാക്കിയിരിക്കുന്നത് കൃത്യമായിട്ടാണോ, ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി നടക്കുന്നുണ്ടോ ഇല്ലയോ, അതെല്ലാമാണ് ഈ ഒരു ബഡ്ജറ്റ് മോണിറ്ററിംഗ് സ്റ്റെപ്പിൽ നടക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഈ ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽ മാനേജ്മെന്റ്. മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പ്രൊക്യൂർ ചെയ്ത് സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ മെറ്റീരിയൽസിന്റെ കൺട്രോൾ എൻഷുർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു പ്ലാനിംഗ്, പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് materials used in healthcare services. So what are the objectives of material management? First is to ensure the continuous availability of services. Second is to prevent the shortages and wastages of supplies. Third is to maintain the quality of materials. Fourth is to reduce the cost of these materials that are being procured. മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്ന അവിടെ മെഡിസിൻസ് ആകാം, വാക്സിൻസ് ആകാം, സർജിക്കൽ ഐറ്റംസ് ആകാം, ലബോറട്ടറി ഐറ്റംസ് ആകാം, സപ്ലൈസ് ആകാം, എന്തും ആകാം, ഇപ്പം ലിനൻ ആകാം, എക്യുപ്മെന്റ്സ് ആകാം, അങ്ങനെ പലതും ആകാം. ഇത് നമ്മൾ എങ്ങനെയാണ് ഈ മെറ്റീരിയൽ മാനേജ്മെന്റ് നടത്തുന്നതെന്ന് നമുക്ക് എലമെന്റ്സ് ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റിൽ ഒന്ന് കാണാം. ഫസ്റ്റ് ഇസ് ഡിമാൻഡ് എസ്റ്റിമേഷൻ. നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം. മെഡിസിൻസ് ആവശ്യമാണ്, അത് എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമാണ്. ഇപ്പോൾ ലിനൻ ആവശ്യമാണ്, ലിനൻ നമുക്ക് എത്ര എണ്ണം വെച്ച് വേണം. അതിന് ആദ്യം ബെഡിന്റെ കൗണ്ട് എടുക്കണം. ബെഡിന്റെ കൗണ്ടിനനുസരിച്ച് അതിന് റൊട്ടേഷൻ ഉണ്ട്, എത്ര ദിവസം കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് മാറ്റുന്നത്, ഇത് അലക്കി വരാനായിട്ട് എത്ര സമയം എടുക്കും. അങ്ങനെ ഈ റൊട്ടേഷനും ഈ പറഞ്ഞ പ്ലാനിങ്ങും എല്ലാം വെച്ച് നമ്മളൊരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്നു. എസ്റ്റിമേഷന് ശേഷമാണ് പ്രൊക്യൂർമെന്റ് നടക്കുന്നത്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ്. നമ്മൾ അതിന് ഈ ബഡ്ജറ്റിൽ എത്ര രൂപയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് പ്രകാരമുള്ള പ്രൊക്യൂർമെന്റ് നടത്തുന്നു. തേർഡ് ഇസ് റെസിപ്റ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഈ പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ, അത് നമ്മൾ എങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, അത് എല്ലാം എൻഷുർ ചെയ്യുന്നതാണ് റെസിപ്റ്റ് ആൻഡ് സ്റ്റോറേജിൽ. റെസിപ്റ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഫോർത്ത് സ്റ്റോറേജ്. കൃത്യമായിട്ടുള്ള സ്റ്റോർ ചെയ്യുക. അത് അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ ഉണ്ടാകും. മെഡിസിൻ ആണെങ്കിൽ ഇപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യേണ്ടതാണെങ്കിൽ ആ ഒരു കണ്ടീഷനിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യേണ്ട മെഡിസിൻസ് അതിന് റെഫ്രിജറേറ്റഡ് കണ്ടീഷൻ ആവശ്യമാണ്. ഇതെല്ലാം എൻഷുർ ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്റ്റോറേജ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ഇഷ്യൂ ആൻഡ് യൂസ്. ഇത് കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെന്ററി കൺട്രോൾ പ്രോസസ്സുകളുണ്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട്, അതായത് ഫിഫോ ആൻഡ് ഫെഫോ. അതായത് ആദ്യം വന്ന സാധനം ആദ്യം വിറ്റ് തീർക്കുക, അല്ലെങ്കിൽ ആദ്യം എക്സ്പയർ ആകുന്ന സാധനം ആദ്യം വിറ്റ് തീർക്കുക. അതാണ് ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിലൂടെ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെന്ററി കൺട്രോൾ എൻഷുർ ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന എക്യുപ്മെന്റ് ആയിരിക്കട്ടെ, ആ എക്യുപ്മെന്റ് ടൈംലി മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ. അതാണ് അടുത്ത ആറാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഈ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് ടൈംലി ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവസാനത്തെ സ്റ്റെപ്പാണ് റെക്കോർഡ് കീപ്പിംഗ്. അതിന്റെ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിലൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിന്റെ റോൾ എന്താണെന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്ന മാൻപവർ പ്ലാനിംഗ് ആസ് പെർ IPHS സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ മാൻപവർ പ്ലാനിംഗ് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിരുന്നു, മാൻപവർ പ്ലാനിംഗ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന്. ഈ മാൻപവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പേഴ്സണൽസ് അല്ലെങ്കിൽ സ്റ്റാഫുകളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണെന്ന് അത് കണ്ടുപിടിക്കുന്നതിനും എത്ര സ്റ്റാഫ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾ, ഒരു സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ നടന്നു പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു റോള് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇവിടെ IPHS സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് IPHS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ആണ്. IPHS നമ്മൾ യൂസ് ചെയ്യുന്ന IPHS വെച്ച് നമ്മുടെ സെന്റേഴ്സിനെ സബ് സെന്റേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് HC-, HWC, അതിന് മേളിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, അതിന് മുകളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. ഇത് എല്ലാം തന്നെ റൂറലിലും അർബനിലും ഉണ്ട്. ഇപ്പോൾ ഈ മാൻ പവർ പ്ലാനിങ് വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോ സെന്റേഴ്സും നടന്നു പോകുന്നത്. ഓരോ സെന്റേഴ്സിലും ഇപ്പോൾ അവർ ഒരു 20,000 പേർക്ക്, ഒരു പഞ്ചായത്ത് ലെവലിൽ 20,000 അല്ലെങ്കിൽ 25,000 പോപ്പുലേഷൻ ആണ് ഉള്ളതെങ്കിൽ അവർക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ, ഇത്രയും പേരെ കേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്റ്റാഫ് വേണം.
അപ്പോൾ അതിന്റെ ബേസിലായിരിക്കും അവർ പ്ലാനിങ് നടത്തുന്നത്. ഈ മാൻ പവർ പ്ലാനിങ്ങിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ട്, പ്രോപ്പർ ക്വാളിറ്റി ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സ്റ്റാഫ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്ന്, ടു എൻഷുർ ദ എഫിക്കസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി. ഫോർത്ത് വൺ ഇസ് ടു മെയിൻറ്റെയിൻ ദ continuity of care, and fifth is to meet the community health needs. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് മാൻ പവർ പ്ലാനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മാൻ പവർ പ്ലാനിങ് കൊണ്ട് നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് കൂടെ ഉണ്ട്. റൈറ്റ് മാൻ പവർ പ്ലാനിങ് ഹാസ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ്, ആൻഡ് ഫസ്റ്റ് വൺ ഇസ് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. ഇപ്പൊ നഴ്സിംഗ് ജോബ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവശ്യമാണ്, അല്ലെ? ഒരു സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് ഇസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാൻ പവർ പ്ലാനിങ്. ആൻഡ് സെക്കൻഡ് ഇസ് ആഡിക്വേറ്റ് സ്റ്റാഫിംഗ്. തേർഡ് ഇസ് ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാഫ്. ഇപ്പോൾ ഒരു PHCയിൽ നമ്മൾ പറയുന്നത് മിനിമം ഒരു എസെൻഷ്യലി 2 ബെഡ് ഉണ്ടാകണം, മിനിമം ഉണ്ടാകണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് ലെവൽസ് കൂടുന്തോറും ബെഡിന്റെ ലെവൽ കൂടി വരും. ഇപ്പോൾ ഒരു മിനിമം 2 ബെഡ് എങ്കിലും ഉണ്ടാകണമെന്ന് പറയുന്നത്, 2 ബെഡ് മാക്സിമം അല്ല, മിനിമം 2 ബെഡെങ്കിലും ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു PHCയിൽ നമ്മൾ 10 സ്റ്റാഫ് നേഴ്സിനെ എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ബെഡ് ടു ബെഡ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം അവിടുത്തെ സ്റ്റാഫിങ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 10 സ്റ്റാഫിനെ എടുത്തു വെക്കുന്നു, പക്ഷെ അവിടെ ഡോക്ടേഴ്സ് ആരുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തന്നെ പക്ഷേ അവിടെ സ്റ്റാഫ് നഴ്സിന്റെ എണ്ണം ലിമിറ്റ് ചെയ്ത് അവിടെ ആവശ്യമുള്ള ഒരു ഡോക്ടറിനെ പ്രൊവൈഡ് ചെയ്ത് അവിടെ ആവശ്യമുള്ള ഒരു ഫാർമസിസ്റ്റിനെ കൊടുത്ത് അവിടെ കമ്മ്യൂണിറ്റി ലെവലിൽ കൊടുക്കാനായിട്ടുള്ള ഒരു ആശാ വർക്കറെയും കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് അവിടെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാഫിംഗ് നടക്കുന്നത്. അപ്പോൾ തേർഡ് പ്രിൻസിപ്പിൾ ഇസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാഫ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് സ്കിൽ ബേസ്ഡ് അലോക്കേഷൻ, ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് കണ്ടിന്യൂസ് ട്രെയിനിങ് ആൻഡ് സൂപ്പർവിഷൻ. ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന മാൻ പവർ പ്ലാനിങ്ങിലുള്ളത്. ഇന്ന് നമ്മളൊരു സബ് സെന്റർ ലെവലിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ, ഒരു MBBS കഴിഞ്ഞ ഒരാൾ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഒരു ഓക്സിലറി നേഴ്സ് അല്ലെ മിഡ് വൈഫ് ANM കഴിഞ്ഞ ഒരാൾ അല്ലെ 2 പേരുണ്ടായിരിക്കണം. ഒരു സ്റ്റാഫ് നേഴ്സ് മിനിമം ആയിട്ടുണ്ടായിരിക്കണം. ആ ഒരു സ്റ്റാഫ് നേഴ്സ് പ്രിഫറബിളി മെയിൽ ആയിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ആശാ വർക്കർ ഡെഫിനറ്റ്ലി കമ്മ്യൂണിറ്റി ഹെൽത്ത് ലെവലിലേക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും പേരെങ്കിലും മിനിമം ഒരു സബ് സെന്റർ ലെവലിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിന്റെ ഫംഗ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ് സെന്റർ ലെവലിൽ മാറ്റേണൽ ആൻഡ് ചൈൽഡ് സർവീസസ്, ഇമ്മ്യൂണൈസേഷൻസ്, PHC ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഡെഫിനറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഓഫീസർ വേണം. ഒരു സ്റ്റാഫ് നേഴ്സ് ഒരാൾ പോലെ മൾട്ടിപ്പിൾ ആളുകൾ അവിടെ ആവശ്യമാണ്. മിനിമം ഷിഫ്റ്റ് പ്രകാരം എല്ലാ ഷിഫ്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റാഫ് അവിടെ ഉണ്ടാകുന്ന രീതിയിൽ അവിടെ ആളുണ്ടായിരിക്കണം. ഇപ്പോൾ അതിന് ഫംഗ്ഷനിങ് 24 hour ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഡേ ടൈം ഷിഫ്റ്റിനുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് ഉണ്ടായിരിക്കണം. ലീവ് അറേഞ്ച് ചെയ്ത് അവിടെ സ്റ്റാഫിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിനുണ്ടായിരിക്കണം. ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം, ലബോറട്ടറി ടെക്നീഷ്യൻ ഉണ്ടായിരിക്കണം, ഹെൽത്ത് അസിസ്റ്റന്റ് മെയിൽ ഓർ ഫീമെയിൽ ഉണ്ടായിരിക്കണം, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടായിരിക്കണം, ആശാ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്മാരും PHC ലെവലിൽ ആവശ്യമാണ്. ഇനി ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് വരികയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കുറച്ചും കൂടെ ഉയർന്ന ഒരു ലെവലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ ഒരു സർജൻ ഉണ്ടായിരിക്കണം, ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സർജൻ ഫിസിഷ്യൻ ഒക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു സ്പെഷ്യാലിറ്റി ലെവലിലേക്ക് വന്നു. ഒരു MS കഴിഞ്ഞ ഒരു സർജൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MD കഴിഞ്ഞ ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കണം, ഒരു ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി MS കഴിഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു MD അല്ലെങ്കിൽ ഒരു DNB പീഡിയാട്രീഷ്യൻ കഴിഞ്ഞ ഒരു പീഡിയാട്രീഷ്യനും കൂടെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത ലെവലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഡോക്ടേഴ്സിന്റെ കാര്യം ഒന്നും കൂടെ പറഞ്ഞു. ഈ ഡോക്ടേഴ്സ് മിനിമം ആവറേജ് ഒരു OPയിൽ 60 പേഷ്യൻസിനെ പെർ ഡേ കാണണമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു IPHS സ്റ്റാൻഡേർഡ്സ് പ്രകാരം പറയുന്നത്. അതുകൂടാതെ ഇനി മറ്റ് സ്റ്റാഫ് നഴ്സസ്, ഫാർമസിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോഴേക്കും ഒരു റേഡിയോഗ്രാഫർ ഡെഫിനറ്റ് ആയിട്ട് വരും. അതുകൂടാതെ ഒരു പബ്ലിക് ഹെൽത്ത് നഴ്സ് വരും. സർജൻ ഉള്ളത് കൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഫംഗ്ഷനിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ OT ടെക്നീഷ്യൻ ഡെഫിനറ്റ് ആയിട്ട് വരും. ഡാറ്റ എൻട്രിക്ക് വേണ്ടി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ സപ്പോർട്ട് സ്റ്റാഫും ഈ ഒരു ലെവലിൽ അഡീഷണൽ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസേഷൻ സ്റ്റാഫിംഗ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് CHC. ഇതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്റ്റാഫിംഗ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് PHCയും സബ് സെന്റർ ലെവലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സ്റ്റാഫിംഗ് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മതി. ഇനി സബ് സെന്റർ ലെവലിലെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. സബ് സെന്റർ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു 5,000 പോപ്പുലേഷൻ ഇൻ ജനറലിന് ഒരു സബ് സെന്റർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒരു സബ് സെന്റർ വരേണ്ടത്. ഒരു PHCയുടെ അണ്ടറിൽ അപ് ടു 6 സബ് സെന്റേഴ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ നമുക്ക് സബ് സെന്റേഴ്സിനെ നമ്മൾ ടൈപ്പ് A, ടൈപ്പ് B എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് നോക്കുക. ഇനി ഈ സബ് സെന്റേഴ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, അതാണ് ഈ സബ് സെന്റേഴ്സിന്റെ അടിയിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഫംഗ്ഷൻസ് വരുന്നത് അവിടെയാണ്. ഓർഗനൈസേഷൻ ഈ പറഞ്ഞ പോലെ എത്ര പോപ്പുലേഷനിൽ എത്ര സബ് സെന്റർ ഉണ്ടായിരിക്കണം,
അത് എങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസ് സബ് സെൻറ്റർ ഒരു PHC അണ്ടറിലാണ് വരുന്നത്, PHC ഒരു CHC അണ്ടറിലാണ് വരുന്നത്, CHC ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ അണ്ടറിലാണ് വരുന്നത്. ആ ഒരു ഓർഗനൈസേഷണൽ പാറ്റേൺ നിങ്ങൾ എഴുതുക. അതുകൂടാതെ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സർവീസസിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഒരു പ്രധാനപ്പെട്ട സർവീസാണ്. അത് തന്നെ ആൻറ്റിനേറ്റൽ കെയർ ഉണ്ട്, ഇൻട്രാനേറ്റൽ കെയർ ഉണ്ട്, പോസ്റ്റ് നേറ്റൽ കെയർ ഉണ്ട്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സബ് സെൻറ്റർ ലെവലിൽ കൊടുക്കുന്നതാണ്. അതുകൂടാതെ ഫാമിലി പ്ലാനിങ് ഒരു സബ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൂടാതെ കൗൺസിലിംഗ്, അഡോളസെന്റ് ഹെൽത്ത് കെയർ, അതിൻ്റെ ഫീൽഡ് വിസിറ്റ്സ്, കമ്മ്യൂണിറ്റി നീഡുകൾ മനസ്സിലാക്കുക, ട്രെയിനിങ് കൊടുക്കുക, ഡിസീസ് സർവൈലൻസ് പ്രൊവൈഡ് ചെയ്യുക, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക. ഇതെല്ലാം ഒരു സബ് സെൻറ്റർ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു PHC ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം PHC ഒരു 30,000 റൂറൽ പോപ്പുലേഷൻ ഒരു PHC അല്ലെങ്കിൽ ഒരു ഹില്ലി ട്രൈബൽ ബാക്ക്വേർഡ് ഏരിയയിലാണെങ്കിൽ മിനിമം ഒരു 20,000 ആളുകൾക്ക് ഒരു PHC എന്നുള്ള ലെവലിലാണ് അത് വരേണ്ടത്. മെയിനായിട്ട് ഫംഗ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മെഡിക്കൽ കെയർ, ഫാമിലി പ്ലാനിങ്, സേഫ് വാട്ടർ സപ്ലൈ ആൻഡ് ബേസിക് സാനിറ്റൈസേഷൻ, ലൈക്ക് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, റഫറൽ സർവീസസ് ടു CHC. അതുകൂടാതെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഗവൺമെന്റിന്റെയും എല്ലാ തലത്തിലുള്ള നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ സപ്പോർട്ട് ചെയ്യുക, ബേസിക് ലബോറട്ടറി സർവീസസ് എൻഷുർ ചെയ്യുക എന്നുള്ളൊരു പ്രധാന കാര്യമുണ്ട് ഈ ഒരു PHC ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതുകൂടാതെ തന്നെ ഹെൽത്ത് ഗൈഡ്സിന്റെയും ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും ഹെൽത്ത് അസിസ്റ്റൻസിന്റെയും ഒക്കെ ട്രെയിനിങ്ങുകളും നടക്കുന്നത് ഒരു PHC ലെവലിലാണ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് ഒരു PHC ലെവലിലുള്ളത്. സ്റ്റാഫിംഗ് പാറ്റേൺ ഉണ്ട്. നമുക്ക് സ്റ്റാഫിംഗ് പാറ്റേൺ ഈ CHC ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ടൈപ്പ് A, ടൈപ്പ് B ലെവൽസിലേക്ക് വന്നു കഴിയുമ്പോൾ എത്ര മെഡിക്കൽ ഓഫീസേഴ്സ് വേണം, എത്ര ഫാർമസിസ്റ്റുകൾ വേണം, എത്ര അക്കൗണ്ടന്റുകൾ വേണം. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടൽ ഫിഗർ ഉണ്ട്. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 13 to 14 ആളുകളാണ് ടൈപ്പ് A, ടൈപ്പ് B സെൻറ്റേഴ്സിൽ CHC ലെവലിൽ സ്റ്റാഫിംഗ് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു സ്റ്റാഫിംഗ് പാറ്റേണോട് നിങ്ങൾ വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മളൊരു CHC ലെവലിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു CHC ലെവലിനെ പറ്റി നമ്മുടെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത് CHC ഏകദേശം ഒരു 80,000 to ഒരു 1.25 ലക്ഷം ആളുകൾക്ക് ഒരു CHC എന്നുള്ള ലെവലിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഒരു CHCയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സർജിക്കൽ കെയർ CHC ലെവലിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ CHC ലെവലിൽ ഏറ്റവും ആദ്യം നിങ്ങൾ CHC PHC ഒരു ഡിഫറൻസിയേഷൻ ആയിട്ട് കൂടെ എടുത്ത് എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഈ കെയർ ഓഫ് റൊട്ടീൻ ആൻഡ് എമർജൻസി കേസസ് ആൻഡ് ഓൾസോ കെയർ ഓഫ് സർജറി പേഷ്യൻസ്. അതുകൂടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷനിങ് ആയിരിക്കും ഒരു CHC ലെവലിൽ. അതുകൂടാതെ മറ്റേണൽ ഹെൽത്ത് നമ്മൾ മറ്റ് സെന്റേഴ്സിൽ കണ്ടുപോലെ തന്നെ മറ്റേണൽ ഹെൽത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ മെയിനായിട്ട് ന്യൂ ബോൺ കെയർ ആൻഡ് ഹെൽത്ത് കൂടെ ഒരു CHC ലെവലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാ ലെവൽസിലും കണ്ടുപോകുന്ന ഫാമിലി പ്ലാനിങ്സ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന് വേണ്ട സപ്പോർട്ടുകൾ, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സുകൾ കളക്ട് ചെയ്യുക, ഓറൽ ഹൈജീൻ ആൻഡ് ഓറൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, സ്കൂൾ ഹെൽത്ത് സർവീസുകൾ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ കുറേയേറെ ഉത്തരവാദിത്തങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു CHC ലെവലിലുണ്ട്. CHC ലെവലിൽ ഒരു മാൻ പവർ പ്ലാനിങ് കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആണ്. അവിടെ എത്ര ജനറൽ സർജൻ, അവിടെ ഒരു ജനറൽ സർജൻ വേണം, ഫിസിഷ്യൻ വേണം, ഗൈനക്കോളജിസ്റ്റ് വേണം, പീഡിയാട്രീഷ്യൻ വേണം, അവിടെ അനസ്തറ്റിസ്റ്റ് വേണം, ഒരു ഡെന്റൽ സർജൻ വേണം, മിനിമം ഒരു 5 to 6 ജനറൽ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസേഴ്സ് വേണം, ആവശ്യം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ഉണ്ടായിരിക്കണം. അതുകൂടാതെ OT ടെക്നീഷ്യന്, അതുകൂടാതെ തന്നെ വാർഡ് ബോയ്സ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് ആയുഷ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ANM സ്റ്റാഫ് നഴ്സ് മിനിമം ഒരു 19 to 20, അങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഒരു 64-65 പേരടങ്ങുന്നതാണ്. നിങ്ങൾ ആ ഒരു ലിസ്റ്റ് കൂടെ വായിച്ച് മാൻ പവർ പ്ലാനിങ്ങിലേക്ക് കൂടെ കടന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അടുത്ത ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് അർബൻ ഹെൽത്ത് സെന്റേഴ്സിനെ പറ്റിയാണ്. അർബൻ ഏരിയാസിലെ ഹെൽത്ത് കെയർ ഡെലിവറി എങ്ങനെയാണ്, സ്ലംസ്, ഡിസ്പെൻസറീസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒരു പ്രത്യേക ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അർബൻ ഹെൽത്ത് സർവീസസിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. അതിൽ അർബൻ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, മെയിനായിട്ട് ഇൻഷുറൻസ് സ്കീംസ്, അതർ സർവീസസ്, അങ്ങനെ 3 ഹെഡുകളിലായിട്ടാണ് ഈ ഒരു അർബൻ ഹെൽത്ത് സർവീസസിന് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ അർബൻ ഹെൽത്ത് സെന്റേഴ്സിലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഡിസ്പെൻസറീസ് ഉണ്ട്. അതുകൂടാതെ തന്നെ അർബൻ ഫാമിലി വെൽഫെയർ സെന്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ അർബൻ റീവാമ്പിംഗ് സ്കീംസ്, മെഡിക്കൽ കോളേജസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എല്ലാം അർബൻ ഹെൽത്ത് സെന്റേഴ്സിന് അണ്ടറിൽ വരികയാണ്. അതുകൂടാതെ തന്നെ അടുത്തൊരു ഇൻഷുറൻസ് സ്കീമിന്റെ അണ്ടറിൽ സെൻട്രൽ ഗവൺമെന്റ് ഇൻഷുറൻസ് സ്കീംസ്, ESI തുടങ്ങിയവയൊക്കെ വരികയാണ്. അതർ സർവീസസിനിടയിൽ റെയിൽവേ ഹോസ്പിറ്റൽസ്, NUHMs എല്ലാമാണ് അതർ സ്കീംസിന് അണ്ടറിൽ വരുന്നത്. ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ലെവലിലും അർബൻ ഫാമിലി വെൽഫെയർ സെന്റേഴ്സിന് അണ്ടറിലും റീവാമ്പിംഗ് സ്കീംസിന് അണ്ടറിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ. അതുകൂടാതെ തന്നെ ഉഷാസ് ഉണ്ട്. ആശാസ് നമ്മുടെ റൂറൽ ഏരിയാസിൽ ഉള്ളതുപോലെ തന്നെ ഉഷാസ് നമ്മുടെ അർബൻ ഏരിയാസിലുണ്ട്. അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ കാണും. അതുകൂടെ നിങ്ങൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ നോക്കിയിട്ട് പോവുക. അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്, ലീഡർഷിപ്പ്, സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ്. ഈ ഒരു ചാപ്റ്ററും കൂട്ടുകാർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററും നമ്മൾ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടത്, എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ വർക്ക് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് DPHN, ഹെൽത്ത് വിസിറ്റർ, PHN, MPHW, അങ്ങനെ കുറേ ഷോർട്ട് ഫോമുകൾ പറയുന്നുണ്ട്.
ഇതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. MLHPs, അതായത് മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ DPHN, ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ സൂപ്പർവൈസറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെയാണെന്നുള്ളത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പറയുന്ന ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടുപോകാം. ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിന് പ്രധാനമായിട്ടും ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ, 3 റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ, അതായത് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പോളിസീസിന്റെ എല്ലാം ഉത്തരവാദിത്തം, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഈ ഒരു ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിനാണ്. അതുകൂടാതെ തന്നെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്ത് വേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ടും, അതുകൂടാതെ എഡ്യൂക്കേഷണൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അവയർനെസ് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ടും, അതുകൂടാതെ തന്നെ വേണ്ട ബഡ്ജറ്ററി പ്ലാനിങ് നടത്താനായിട്ടും, ഫീൽഡ് വിസിറ്റ്സുകൾ നടത്താനായിട്ടും എല്ലാം ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ അടുത്ത് സൂപ്പർവൈസറി റോൾസ് ആണ്. സൂപ്പർവൈസറി റെസ്പോൺസിബിലിറ്റീസിൽ റെഗുലർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടും മറ്റ് PHC ലെവലിലും CHC ലെവലിലും നടക്കുന്ന റെസ്പോൺസിബിലിറ്റീസും അവരുള്ള സ്റ്റാഫുമാരുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ കാര്യങ്ങൾ എങ്ങനെ നടത്തുന്നുണ്ടെന്ന് നോക്കുന്നതുമെല്ലാം ഈ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൂടാതെ തന്നെ കൃത്യമായിട്ട് പ്രൊഫഷണൽ സ്റ്റാഫുമാരുടെ പ്രൊഫഷണൽ ഗ്രോത്ത് എൻഷുർ ചെയ്യുക, കൃത്യമായിട്ട് അവരുടെ നാഷണൽ പ്രോഗ്രാംസും ഹെൽത്ത് സ്റ്റേറ്റ് ലെവൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാംസും എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതും ഈ ഒരാളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ മെയിൻ ആയിട്ട് ഒരു സൂപ്പർവൈസർ റെസ്പോൺസിബിലിറ്റി ഈ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിനുണ്ട്. ഇനി എഡ്യൂക്കേഷൻ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ നഴ്സിംഗ് സ്റ്റാഫിന്റെയും ഇൻ സർവീസ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുകൂടാതെ തന്നെ പുതിയ സ്റ്റാഫിന് ഓറിയന്റേഷൻ കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷനിൽ ഇൻവോൾവ് ആകുന്ന കാര്യങ്ങൾ, അതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം വായിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഇനി MLHPയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവർ പ്രധാനമായിട്ടും നമ്മുടെ സബ് സെന്റേഴ്സിലും നമ്മുടെ HWCയിലും ഒക്കെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ ഈ മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അവർ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സ് ആകാം, BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് ആകാം, GNM നഴ്സസ് ആകാം, അല്ലെങ്കിൽ ആയുഷ് പ്രൊഫഷണൽസ് ആകാം. അപ്പോൾ ഇവരെല്ലാമാണ് നമ്മൾ ഈ മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് കൂടുതൽ ആക്സസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇത് തന്നെയാണ്, ടു ഇംപ്രൂവ് ദ ആക്സസ് ടു പ്രൈമറി ഹെൽത്ത് കെയർ. സെക്കൻഡ്, ടു സ്ട്രെങ്തൻ ദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്. തേർഡ്, ടു പ്രൊവൈഡ് കോംപ്രഹെൻസീവ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഫോർത്ത് ഇസ് ടു റെഡ്യൂസ് ദ ബേർഡൻ ഓൺ ഹയർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അതായത് മുകളിലുള്ള PHCയുടെയും CHCയുടെയും ഒക്കെ ബേർഡൻ കുറയ്ക്കുന്ന രീതിയിൽ ഈ സബ് സെന്റേഴ്സിന്റെ ഫംഗ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നോക്കുക. അതുകൂടാതെ തന്നെ മെയിൻ ആയിട്ട് മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു. ഈ പറയുന്ന സബ് സെന്റേഴ്സിന്റെ ഫംഗ്ഷൻസ് നമ്മൾ കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ്? നോൺ കമ്മ്യൂണിക്കേഷണൽ ഡിസീസിന്റെ മാനേജ്മെന്റ്, അതുകൂടാതെ ചൈൽഡ് ആൻഡ് മാറ്റേണൽ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ കണ്ടു. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, നാഷണൽ ആക്ടിവിറ്റീസിന് സപ്പോർട്ട് കൊടുക്കുക, ഈ ആക്ടിവിറ്റീസ് എല്ലാം ഇവരുടെ കൂടെ ഉത്തരവാദിത്തത്തിന് അണ്ടറിൽ വരുന്നതാണ്. സോ ആ റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഇവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. ആ റെസ്പോൺസിബിലിറ്റീസ് എഴുതുന്നതോടുകൂടി നമുക്ക് ഈ മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒരു നന്നായിട്ട് അടുക്കി ചിട്ടയോടെ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഈ MLHPയും DPHNും എടുത്ത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് എന്തൊക്കെ വേണമെന്നുള്ളത്. അതുകൂടാതെ തന്നെ ബാക്കി പ്രൊഫഷണൽസിന്റെയും ജോബ് റെസ്പോൺസിബിലിറ്റീസും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ വായിക്കുക, എങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ ആശാ വർക്കേഴ്സിന്റെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ആശാ വർക്കേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഉഷ വർക്കേഴ്സ്, ഉഷയുടെയും ആശയുടെയും കാര്യങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കുറച്ചുകൂടെ ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഉഷയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ ഡോട്ട്സ് തെറാപ്പിയിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ്, അതുകൂടാതെ കമ്മ്യൂണിറ്റി ലെവൽ പ്ലാനിങ്ങിലും കമ്മ്യൂണിറ്റി ലെവലിൽ ഇപ്പോൾ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എൻഷുർ ചെയ്യാം, കമ്മ്യൂണിറ്റി ലെവലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെ ഡേറ്റ കളക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പ്രിവെൻഷൻ മാനേജ്മെന്റും അതിലൊക്കെ എങ്ങനെ ഏതൊക്കെ റോൾസ് ആണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഈ ആൻസർ ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആണ്. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഈ റെക്കോർഡ്സ്, റിപ്പോർട്ട്സ് അല്ലെ ടൈപ്സ് ഓഫ് റെക്കോർഡൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു സെക്ഷനിൽ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള നേഴ്സസ് റെസ്പോൺസിബിലിറ്റി ഇൻ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ നേഴ്സസിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഈ പറഞ്ഞ ഡോക്യുമെന്റേഷൻസ് മുഴുവൻ ചെയ്യുന്ന നേഴ്സസാണ്. ഇപ്പോൾ പേഷ്യന്റ് കേസ് റെക്കോർഡ് ആയിക്കൊള്ളട്ടെ, നേഴ്സസ് കേസ് റെക്കോർഡ് ആയിക്കൊള്ളട്ടെ, മെഡിക്കേഷൻ റെക്കോർഡ് ആയിക്കൊള്ളട്ടെ, വൈറ്റൽ സ്റ്റാർട്ട് ആയിക്കൊള്ളട്ടെ, അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും നേഴ്സസ് ആണ്. അപ്പോൾ നേഴ്സസ് ആണ് ഇത് ആക്യുറേറ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും വിത്ത് ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ടൈംലിനെസ് ഇത് എൻഷുർ ചെയ്യുന്നത് നേഴ്സസ് ആണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനും
പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നതിനും പ്രോപ്പറായിട്ട് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് ടൈംലി അപ്ഡേറ്റ് ചെയ്യുന്നതിനും കറക്റ്റ് മെഡിക്കൽ ടെർമിനോളജി യൂസ് ചെയ്ത് എഴുതുന്നതിനും അതുകൂടാതെ തന്നെ പേഷ്യൻ്റ് കണ്ടീഷൻസ് ടൈം ബൗണ്ട് ആയിട്ട് എഴുതുന്നതിനും അതുകൂടാതെ സ്റ്റോക്ക് റെക്കോർഡ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും എല്ലാം നേഴ്സസിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പാകത്തിന് ഒരു ആൻസർ ഉണ്ടായിരിക്കണം. നമ്മൾ 11th ചാപ്റ്ററിലേക്കാണ് വരുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ പ്രധാനമായിട്ടും വാട്ട് ആർ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇസ് പ്രിവെൻഷൻ ഫേസ്. പ്രിവെന്റ് ചെയ്യുക, അതായത് തടയുക. അപ്പോൾ തടയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുവേണ്ടി സുരക്ഷാ ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് ഈ ഒരു പ്രിവെൻഷൻ ഫേസിൽ ഉണ്ടാകുക. പ്രിവെൻഷൻ ഫേസിൽ അപ്പോൾ മെയിൻ ആയിട്ടൊരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളപ്പൊക്കമാണെങ്കിൽ അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിനനുസരിച്ച് നമ്മുടെ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. എർത്ത് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉറപ്പുവരുത്തുക. ലൈറ്റ്നിങ് ആണ്, ലൈറ്റ്നിങ് കണ്ടക്ടർ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പ്രിവെൻഷൻ ഫേസിൽ വരുന്നത്. ഇനി പ്രിപ്പയർനെസ് ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ആയിട്ടിരിക്കുക. എത്രമാത്രം നമുക്ക് പ്രിപ്പയർ ആകാനായിട്ട് പറ്റും? നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കാം. ഓരോ ഏരിയയിലും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസാസ്റ്റർ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക. ആ പ്രോട്ടോകോൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോട്ടോക്കോളിനെ പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു റെസ്പോൺസ് മാനേജ്മെന്റ് ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീം RRT ഉണ്ടാക്കുക. ആ RRT ട്രെയിൻ ചെയ്യിക്കുക. അതുകൂടാതെ തന്നെ ഒരു എമർജൻസി ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ സപ്ലൈസ് കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, എമർജൻസി കിറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു ഡിസാസ്റ്റർ കോർണർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സൂപ്പർവൈസർ റോളിൽ ഒരാൾ ഉണ്ടായിരിക്കണം. അയാളുടെ ആബ്സെൻസിൽ വേറെ ആർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു പ്രിപ്പയർനെസ് ഫേസിലാണ് തയ്യാറാക്കി വെക്കുന്നത്. അടുത്ത റെസ്പോൺസ് ഫേസ് ആണ്. റെസ്പോൺസ് ഫേസിൽ നമ്മൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റൽ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ ട്രയാജിങ്ങിലൂടെയാണ് ഒരു പേഷ്യൻറ്റ് കാറ്റഗറൈസേഷൻ നടത്തുന്നത്. ഒരു പേഷ്യൻറ്റ് ഏതൊരു കാറ്റഗറിയിലാണ് വരുന്നത്, ആ ഒരു പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് കെയർ വേണ്ടതാണോ, ഡിലേഡ് കെയർ വേണ്ടതാണോ, ഒരു മൈനർ കെയർ ആണോ വേണ്ടത്, അതുകൂടാതെ തന്നെ ഒരു വളരെ ഇമ്മീഡിയറ്റ് കെയർ ആവശ്യമുള്ള പേഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ വളരെ ഡിലേഡ് ആയിട്ട് ഉള്ള മതിയോ, അത് പേഷ്യൻ്റ് ഡെഡ് ആണെങ്കിൽ നമ്മൾ ആ പേഷ്യൻ്റെ ബ്ലാക്ക് കാറ്റഗറിയിൽ പെടുത്തി നമ്മൾ ആ പേഷ്യൻറ്റിനെ ട്രയേജ് ചെയ്യുന്നു. അപ്പോൾ പേഷ്യൻ്റ് ട്രയേജിങ് ആവശ്യമാണ്. ട്രയേജിങ്ങിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്ന അവർക്ക് വേണ്ട സർവീസസ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ട ആംബുലൻസ് സർവീസസ്, വേണ്ട ഡിസാസ്റ്റർ സപ്ലൈസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കിറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഷെൽഫ്സ് എന്നൊക്കെ പറഞ്ഞ് ഡിസാസ്റ്റർ പ്രോൺ ആയിട്ടുള്ള ഏരിയാസിലുള്ള ഈ ഹെൽത്ത് PHCയിലും മറ്റും നമ്മൾ അതിന് വേണ്ട കിറ്റുകളും ഷെൽഫുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ വേണ്ട സർവീസസും സപ്ലൈസും എൻഷുർ ചെയ്യുന്നു. ഇനി അടുത്താണ് റിക്കവറി ഫേസ് എന്ന് പറഞ്ഞാൽ. റിക്കവറി ഫേസിൽ മെയിനായിട്ടും ട്രീറ്റ്മെൻറ്റ് എൻഷുർ ചെയ്യുക. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെ പേഷ്യൻസ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് ഫ്ലഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡോക്സൈക്ലിൻ വീക്ക് നടത്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് എലിപ്പനി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡോക്സൈക്ലിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ റിക്കവറി ഫേസിൽ അപ്പോൾ റിക്കവറിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, ഇമ്മ്യൂണൈസേഷൻസ്, വാക്സിനേഷൻസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം ആണ് നമ്മുടെ ഈ ഒരു റിക്കവറി ഫേസിൽ വരുന്ന കാര്യങ്ങൾ. അടുത്ത നമ്മുടെ 12ാമത്തെ ചാപ്റ്ററാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ 2016-18 റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് റെഡ്, ഗ്രീന്, യെല്ലോ, ബ്ലൂ ബിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റുകളാണ് ഏതൊക്കെ ബിന്നുകളിൽ ഇടുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൂടാതെ നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ബിൻസ് ഉണ്ട്. അപ്പോൾ ആ ബിൻസിൽ എന്തൊക്കെ കാര്യങ്ങളിടുക, അതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ്, അതിൻ്റെ സെഗ്രിഗേഷൻ എങ്ങനെയാണ്, അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പാകത്തിന് 5 മാർക്കിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അടുത്ത ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഫൈനൽ ചാപ്റ്ററാണ് ഹെൽത്ത് ഏജൻസീസ്. നമുക്ക് ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, നാഷണൽ ഏജൻസീസ് ഉണ്ട്, വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ വരുന്നത് WHO ആണ്. WHO 1948 എസ്റ്റാബ്ലിഷ് ചെയ്തു. ജനീവയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതുകൂടാതെ തന്നെ ഇന്റർനാഷണൽ പബ്ലിക് ഹെൽത്ത് ലീഡർഷിപ്പ് എൻഷുർ ചെയ്യുക, പാൻഡമിക് പ്രിപ്പയർനെസ്, ഇമ്മ്യൂണൈസേഷൻ അവയർനെസ്, ഇതെല്ലാമാണ് ഈ ഒരു WHOയുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഇനി ഈ WHOയുടെ മെയിൻ പ്രോഗ്രാംസിൽ വരുന്നതാണ് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ, ട്യൂബർക്ലോസിസ് പ്രിവെൻഷൻ പ്രോഗ്രാം, പോളിയോ ഇറാഡിക്കേഷൻ പ്രോഗ്രാം. ഇതെല്ലാം ശരിക്കും WHOയുടെ അണ്ടറിൽ വരുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് UNDP ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അവർ പ്രധാനമായിട്ടും പോവർട്ടി റിഡക്ഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്പോർട്ട്, ഡിസാസ്റ്റർ റിക്കവറിക്കൊക്കെയാണ് പ്രധാനമായിട്ടും UNDP ഫോക്കസ് ചെയ്യുന്നത്. ഇനി വേൾഡ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് ലോ ഇൻകം കൺട്രീസിനും ലോ മിഡിൽ ഇൻകം കൺട്രീസിനും ഒക്കെ മെയിനായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അവിടെയുള്ള രാജ്യങ്ങളെ പോവർട്ടി കുറയ്ക്കുക, അവർക്ക് വേണ്ട ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സാനിറ്റൈസേഷൻ പ്രോജക്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വേൾഡ് ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റി. അടുത്തതാണ് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമാണ് വരുന്നത്. ഇനി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പ്രധാനമായിട്ട്
അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. അതുകൂടാതെ ലോകത്ത് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക. അപ്പോൾ ഫുഡ് എല്ലാവരുടെയും ഒരു അവകാശമാണ്, അതാണ് ഇവരുടെ മോട്ടോ തന്നെ. അതുകൂടാതെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഹങ്കർ പ്രിവെൻഷനൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAOയുടെ പ്രധാന ലക്ഷ്യം. ഇനി യുണിസെഫ് ഉണ്ട്. യുണിസെഫിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പിള്ളേരിൽ, കുട്ടികളുടെ ന്യൂട്രീഷൻ എൻഷുർ ചെയ്യുക, അവർക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അവർക്ക് വേണ്ട ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ചൈൽഡ് ആൻഡ് മെറ്റേണൽ ഹെൽത്ത് എൻഷുർ ചെയ്യുക. ഇതെല്ലാം യുണിസെഫിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇനി അതുകൂടാതെ യൂറോപ്യൻ കമ്മീഷൻ, റെഡ് ക്രോസ്, അങ്ങനെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്, USAID. ഇതെല്ലാം പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളുള്ള സംഘടനകളാണ്. അതുപോലെ യുനെസ്കോ ഉണ്ട്. യുനെസ്കോയ്ക്ക് പ്രധാനമായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, കൾച്ചറൽ പ്രൊമോഷനൊക്കെയാണ് യുനെസ്കോയുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്, അവരാണ് പ്രധാനമായിട്ടും ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ചൈൽഡ് ലേബർ പ്രിവെൻഷനൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് വരുന്നത്. ഇനി നാഷണൽ ഹെൽത്ത് ഏജൻസീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. റെഡ് ക്രോസ് സൊസൈറ്റി പ്രധാനമായിട്ടും ബ്ലഡ് ബാങ്ക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അതുകൂടെ ഫസ്റ്റ് എയ്ഡിന്റെ ട്രെയിനിങ് കൊടുക്കുക, മറ്റേണൽ ആൻഡ് ചൈൽഡ് വെൽഫെയർ എൻഷുർ ചെയ്യുക. ഇതെല്ലാം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഉത്തരവാദിത്തങ്ങളാണ്. അതുകൂടാതെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, ICCW ഉണ്ട്. അവർ പേര് പോലെ തന്നെ ചൈൽഡ് വെൽഫെയർ പ്രോഗ്രാംസും ന്യൂട്രീഷൻ സപ്പോർട്ടും ചൈൽഡ് പ്രൊട്ടക്ഷനും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. ഇനി ഫാമിലി പ്ലാനിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അവർ ഈ പറഞ്ഞ പോലെ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ട കാര്യങ്ങൾ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന്, STI പ്രിവെൻഷന്, കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഒക്കെയാണ് ഫാമിലി പ്ലാനിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. അതുകൂടാതെ TAA ഉണ്ട്, സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് ഉണ്ട്, ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനി അടുത്തത് സിലബസിൽ പറയുന്ന വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. VHA ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നുണ്ട്. ഇത് 1970 ന്യൂഡൽഹിയിൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരുടെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, ടുബാക്കോ കൺട്രോൾ എൻഷുർ ചെയ്യുക, എൻവയോൺമെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷനിലൂടെ പബ്ലിക് ഹെൽത്ത് അഡ്വക്കേറ്റ് ആയിട്ട് നിലകൊള്ളുക എന്നുള്ളതൊക്കെയാണ് VHAയുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. അവർ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക, മറ്റ് ഓർഗനൈസേഷൻസിനെയും NGOസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അവരിലൂടെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെൽത്ത് റൈറ്റ്സും ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് അവർ ഈ സമൂഹത്തിലേക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാമാണ് ഈ 13th ചാപ്റ്ററിൽ വരുന്ന മെയിൻ ഓർഗനൈസേഷൻസ്. എല്ലാ ഓർഗനൈസേഷൻസിനെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏകദേശം സിമിലർ ആണ്, പക്ഷെ അവരുടെ പേരിൽ തന്നെ ഉണ്ട് ആ ഒരു ഉത്തരവാദിത്തം എന്താണെന്നുള്ളത്. ആ പേര് പഠിക്കുക, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആകുക. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു സീരീസ് നമ്മുടെ 7th സെമസ്റ്ററിന്റെ OBGയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ആരംഭിച്ചു. പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോസ് തന്നു. അതുകൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ MCQs ഒക്കെ OBGയിലും അതുകൂടാതെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് നഴ്സിംഗ് റിസർച്ചിലും ഏറ്റവും 3rd സബ്ജക്റ്റ് ആയിട്ടുള്ള CHNലും ഒക്കെ നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് കൂട്ടുകാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് 7th സെമസ്റ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷ് ഞങ്ങൾ നേരുകയാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഞങ്ങൾ ഈ ഷെയർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസും ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റുകളുമൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. 7th സെമസ്റ്റർ എക്സാം നിങ്ങളുടെ തിയറീസിന്റെ ഏറ്റവും അവസാനത്തെ എക്സാം ആണ് 7th സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ആകുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾ എപ്പോഴും വില്ലിംഗ് ആയിരിക്കും. ആൻഡ് thanks from Rise to RN. See you in the next video and we'll be always there for you.